എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആക്ടിവിറ്റീസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇപ്പൊ കുറേ കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പേരുകൾ ഈ വീഡിയോയിലെ ലാസ്റ്റിൽ കൊടുക്കാം. അപ്പൊ ഇന്നലത്തെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തവർ കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. Children, look at what we see. Clouds are floating in the air. White, fluffy, big and round. Floating in the air. അപ്പൊ ഈ ക്ലൗഡ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ്? വൈറ്റ്, ഫ്ലഫി, ബിഗ്, റൗണ്ട്. അപ്പൊ ഇതൊക്കെ ക്ലൗഡ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ക്ലൗഡ്സ് എങ്ങനെയുള്ള ക്ലൗഡ്സ് ആണ് എന്ന് പറയുന്ന വാക്കുകളാണ്. Hey, look at what we see. Ice cream man is on the way. Sweet, cool, yummy and soft. Let's enjoy ice cream. അപ്പൊ ഇതില് ഐസ്ക്രീമിനെ കുറച്ച് വേർഡ്സ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അല്ലെ? സ്വീറ്റ്, കൂൾ, യമ്മി, പിന്നെ ഏതാ? സോഫ്റ്റ് അല്ലെ? ഇതൊക്കെ ഐസ്ക്രീമിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ, ഐസ്ക്രീം എങ്ങനെയുള്ള ഐസ്ക്രീം ആണ്, അല്ലെങ്കിൽ ഇവിടെ ക്ലൗഡ്സ് ആണെങ്കിൽ എങ്ങനെയുള്ള ക്ലൗഡ്സ് ആണ് എന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം, അതായത് ലെസണിലോട്ട് പോവാം. മെസ്സേജ് ഫ്രം ദി ക്രെയിൻസ്. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്നുള്ള യൂണിറ്റിലെ ചാപ്റ്റർ ആണ് നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത്. For a long time, the boat moved about on the waves and finally hit a large ship. അപ്പൊ ഇവിടെ നോക്ക്, ഇവാൻ ഇപ്പൊ എവിടെയാണുള്ളത്? ഇവാൻ ഈസ് ഓൺ ദ സീ അല്ലെ? സീയിൽ ഒരു ബോട്ടിൽ കിടക്കുന്നുണ്ട്. For a long time, the boat moved about on the waves and finally hit a large ship. ഇവിടെ എന്താ സംഭവിച്ചത്? ആ ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? വേവ്സിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഹിറ്റ് എ ലാർജ് ഷിപ്പ്. ഒരു ലാർജ് ഷിപ്പില് ഹിറ്റ് ചെയ്തു, പോയി ഇടിച്ചു. അപ്പൊ ഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് നോക്കൂ, ലാർജ് അല്ലെ? ലാർജ് ഷിപ്പ്. The crew on the ship saw Ivan and felt pity on him. അപ്പോ ആ ഷിപ്പിലുള്ള ക്രൂ മെമ്പേഴ്സ് ഇവാനെ കണ്ടു, അവർക്ക് എല്ലാവർക്കും പാവം തോന്നി. They took him to the ship. ഷിപ്പിലേക്ക് അവരെടുത്തു കൊണ്ടുപോയി. Standing on the deck, Ivan looked at the sky. ആ ഡെക്കില് ടോപ്പ് പൊസിഷനിൽ നിന്നിട്ട് ഇവാൻ സ്കൈയിലേക്ക് നോക്കി. ഹൈ, വെരി ഹൈ, അപ്പ് ഇൻ ദ സ്കൈ. ഹൈ കണ്ടോ? ഹൈ, വെരി ഹൈ, ഇതൊക്കെ സ്കൈനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇവാൻ സോ സം ക്രെയിൻസ്. കുറെ കൊറ്റുകൾ അല്ലെ, കൊക്ക്, ക്രെയിൻസിനെ കണ്ടു. ദ ക്രെയിൻസ് വെയർ പ്രിഡിക്റ്റിംഗ് എ സ്റ്റോം. ക്രെയിൻസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്രെയിൻസ് സ്റ്റോം, ഒരു കൊടുങ്കാറ്റ് വരുന്നത് പ്രഡിക്റ്റ് ചെയ്തു. ഹി സെഡ് ടു ദ സെയിലേഴ്സ്. അപ്പൊ അവനക്ക് ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് അറിയാലേ? ബേർഡ്സിന്റെ ലാംഗ്വേജ് അറിയാം. സെയിലേഴ്സിനോട് പറഞ്ഞു, ബി കെയർഫുൾ, ഐ ഹിയർ ബേർഡ്സ് പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. ഒരു സ്റ്റോം പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടു. ലെറ്റ്സ് എൻറ്റർ എ ഹാർബർ ഓർ വി വിൽ ബി ഇൻ എ ഡേഞ്ചർ. അപ്പോ നമുക്കൊരു ഹാർബറിലോട്ട് എൻറ്റർ ചെയ്യാം. ഹാർബർ എന്ന് പറഞ്ഞാൽ ഷിപ്പൊക്കെ നിർത്തിയിടുന്ന സ്ഥലം ഉണ്ടല്ലോ, അതാണ് ഹാർബർ. അപ്പൊ അവിടെ നിർത്തി നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ പെടുമെന്ന് പറഞ്ഞു. യു സില്ലി ബോയ്, കീപ് ക്വയറ്റ്, ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് സെഡ്. അപ്പോ നീ മിണ്ടാതിരിക്കുക, നീ ഒരു കുഞ്ഞു കുട്ടിയല്ലേ, നീ മിണ്ടാതിരിക്കുന്നു പറഞ്ഞു. ബട്ട് ഇവാൻ റിക്വസ്റ്റഡ് ഹിം അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പൊ ഇവാൻ വീണ്ടും വീണ്ടും അതിങ്ങനെ റിക്വസ്റ്റ്, നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഹാർബറിൽ കയറ്റിടാം, ഷിപ്പ് കയറ്റിടാം എന്ന് അവൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. വൈ ഡിഡിൻ ദ ക്യാപ്റ്റൻ ലിസൺ ടു ഇവാൻസ് വേർഡ്സ്. എന്തുകൊണ്ടായിരിക്കും ക്യാപ്റ്റൻ ഇവാന്റെ വാക്കുകൾ വിശ്വസിക്കാതിരുന്നത്, അല്ലെങ്കിൽ കേൾക്കാതിരുന്നത്? ഇവാൻ ഈസ് എ സ്മോൾ ബോയ് അല്ലെ? പിന്നെ അതുപോലെ തന്നെ ഹി ഡസ് നോട്ട് നോ ദാറ്റ് ഹി നോ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ബേർഡ്സിന്റെ ലാംഗ്വേജ് അറിയുമെന്ന് ക്യാപ്റ്റൻ അറിയില്ല, അതുകൊണ്ടായിരിക്കും. വിൽ ദ സ്റ്റോം ബ്രേക്ക് ഔട്ട്? വൈ? സ്റ്റോം ബ്രേക്ക് ഔട്ട് ചെയ്യോ? എന്തുകൊണ്ട്? നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. The storm. At last, the captain steered the ship to the shore. അപ്പോ അവസാനം റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം ക്യാപ്റ്റൻ എന്ത് ചെയ്തു? ഷോറിലേക്ക് കയറ്റാൻ പറഞ്ഞു. Within a short time, a storm broke out. കുറച്ച് സമയം കഴിഞ്ഞപ്പോ തന്നെ storm broke out.
ഹ്യൂജ് വേവ്സ് റോസ് അപ്പ്. കണ്ടോ, വേവ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നല്ല ഹ്യൂജ് വേവ്സ്, ആ ചിത്രത്തിൽ കണ്ട പോലെ ഹ്യൂജ് വേവ്സ് റോസ് അപ്പ് ടു ദ സ്കൈ, സ്കൈലോട്ട് ഉയർന്നു. ദ വിൻഡ് റോഡ്, കാറ്റിങ്ങനെ നല്ല ഉറക്ക സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. They saw huge waves breaking many ships sailing in the sea. ആ സീല് അതായത് സീൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിരുന്ന കുറെ ഷിപ്സ് എല്ലാം ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ എല്ലാം തകർന്നടിഞ്ഞു. യു സേവ്ഡ് അവർ ലൈവ്സ് ക്യാപ്റ്റൻ താങ്ക്ഡ് ഇവാൻ. നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ക്യാപ്റ്റൻ ഇവാനെ താങ്ക് ചെയ്തു. അപ്പൊ ഇതാണ് ഈ ഒരു ടോപ്പിക് വന്നിട്ട്. അപ്പൊ ഇനി ആക്ടിവിറ്റീസ് എന്തൊക്കെയാ നോക്കാം. നെയിം ആൻഡ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. ബോൾ നോക്കൂ, ബോളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്തായിരിക്കും? കളർഫുൾ ആണോ, സോർ ആണോ, ഹോട്ട് ആണോ, സ്മോൾ ആണോ, ബ്രൈറ്റ് ആണോ, റൗണ്ട് ആണോ? യെസ്, ഇറ്റ്സ് എ റൗണ്ട് ബോൾ അല്ലെ, ഉരുണ്ട ബോൾ ആണ്. അടുത്തത് അംബ്രേല. നോക്കൂ, അംബ്രേല എന്താണ്? കളർഫുൾ അല്ലെ, കളർഫുൾ ആണ്, ഒരുപാട് കളറുകൾ ഉണ്ട്. സണ്ണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഏതായിരിക്കും? സൺ ഈസ് ബ്രൈറ്റ് അല്ലെ, ബ്രൈറ്റ് ആണ്. അടുത്തത് ടീ. ടീ ഈസ് ഹോട്ട് അല്ലെ, നല്ല ചൂടുള്ള ടീ ആണ്. ഗ്രേപ്സോ? ഗ്രേപ്സ് ആർ സോർ അല്ലെ, പുളി ഉണ്ടാവും ഗ്രേപ്സ്. ആൻഡ് ഈസ് സ്മോൾ. ഓക്കെ, ഇതാണ് നെയിമും ഡിസ്ക്രൈബിംഗ് വേർഡ്സും. ഇനി നിങ്ങൾ ഈ ചാപ്റ്റർ വായിക്കുക, എന്നിട്ട് ഇതിൽ ഈ മെർച്ചന്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, മെർച്ചന്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ക്രൂവൽ ആണ് അല്ലെ, ക്രൂവൽ മെർച്ചന്റ്. ഇവാനോ? ബ്രേവ്, ബ്രൈറ്റ്. സോങ് സ്വീറ്റ്. അടുത്തതോ? വർക്ക്, ഹെവി വർക്ക് അല്ലെ. അടുത്ത ട്രീ, ടോൾ അല്ലെങ്കിൽ ഹ്യൂജ്. നെസ്റ്റോ? ഇറ്റ്സ് എ ബിഗ് നെസ്റ്റ്. ബേർഡ്സ് ആർ സ്മോൾ. വോയിസോ? ലോ അല്ലെങ്കിൽ ക്വയറ്റ്. ഷിപ്പ് ഹ്യൂജ് അല്ലെങ്കിൽ ലാർജ്. അടുത്തത് വേവ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഹ്യൂജ് ആണ്. ഓക്കെ, അപ്പൊ പാഠം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടും. അടുത്തത് വി ഓൾ ലിസൺ ടു സോങ്സ്. വി മേ ഓർ മേ നോട്ട് ലൈക്ക് ദം. ഇഫ് വി ലൈക്ക് ദം വി സേ ഗുഡ്, സ്വീറ്റ്, ബ്യൂട്ടിഫുൾ അല്ലെ. നമുക്ക് സോങ്സ് ഇഷ്ടമാണ്. ചിലർക്ക് സോങ്സ് ഇഷ്ടാവും, ചിലർക്ക് ഇഷ്ടാവില്ല അല്ലെ. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഗുഡ് സോങ് അല്ലെങ്കിൽ സ്വീറ്റ് സോങ്, ബ്യൂട്ടിഫുൾ സോങ് എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് ബാക്കിയുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഒക്കെ നോക്കാം. ബ്രേവ്, ക്രൂവൽ, ഹെവി, ലവ്ലി, സ്വീറ്റ്, ലൗഡ്ലി, ബിഗ്, ലിറ്റിൽ അല്ലെ. ഇതുപോലത്തെ എന്താ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യണം? ഓരോ സെന്റൻസുകളാക്കി മാറ്റണം. ഷീ ഈസ് എ ബ്രേവ് ഗേൾ. His master is a cruel man. This person does a heavy work. She sings a lovely song. These are sweet mangoes. They make loud noises. This is a big house. He got a little cat. അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെറിയ ചെറിയ സെന്റൻസസ് ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, ഡിസ്ക്രൈബിംഗ് വേർഡ്സ് വെച്ചിട്ട് സ്മോൾ സെന്റൻസസ് ഉണ്ടാക്കുക. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റീസ്. എല്ലാവർക്കും ആക്ടിവിറ്റീസ് ഒക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നലത്തെ ക്ലാസ് ഇട്ടതിന് ശേഷം എത്ര ആൾക്കാർ നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് നോക്കാം. ഓക്കെ, കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്, നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പൊ നമുക്ക് നോക്കാം. ഹരിശാന്ത് ആദ്യമായിട്ട് കമന്റ് ചെയ്തത് ഹരിശാന്ത് ആണ്. പിന്നെ ലിബ, അൻസാരി ടി കെ, പിന്നെ ആരോമൽ, റാം ഉണ്ണി. ഓക്കെ, അടുത്തത് ബിലാൽ, സ്വർഗ. ഓക്കെ, സ്വർഗ, നൈസ് നെയിം. ജിജിഷ റോസ്, റിതു, അതുപോലെ തന്നെ അനാമിക, അഭിനന്ദന, ഫദ ഫാത്തിമ ടി എം. ഓക്കെ, ഫദ ഫാത്തിമ ടി എം, ആരാധ്യ, ഫാത്തിമത്ത് അൻസീഫ, ആദിത്യ ദേവരാജൻ,
പിന്നെ വന്നിട്ട് എൻ്റെ പേര് ഷബ്ന എന്നാണ് കേട്ടോ. ഷബ്ന. കുറേ പേര് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് അഭിഷേക്, ആലപ്പുഴയിൽ നിന്നും അഭിഷേക്. അഞ്ജന കൃഷ്ണൻ. ഓക്കെ. അടുത്തത് ആൻ റോസ്. ഓക്കെ, ആൻ റോസ്. പിന്നെ പിന്നെ കുറെ പേര് ഹായ്. സഞ്ജയ് ഇന്നലെ പേര് വായിച്ചില്ല എന്ന് പറഞ്ഞു. സോറി കേട്ടോ, വിട്ടുപോയതാണ്. ദേവനന്ദ. ഓക്കെ, ദേവനന്ദ. എൻ്റെ പേര് ഷബ്ന എന്നാണ്. ജോവാന ജോൺസൺ. സൈഷ്. ഓക്കെ, സൈഷ്. നന്ദന. ഇഷാൻ. പിന്നെന്താ, പാറു അല്ലേ, പാറു. അടുത്തത് ഹരിനന്ദ. ബാസിത്ത്. അടുത്തത് റഷ. മിഥുൻ കൃഷ്ണ. പിന്നെ ആരാണ്? ആയിഷ ദിൽന റോസ്. ഓക്കെ, ദിൽന റോസ്. റയാൻ. പിന്നെ മുഫ്സിറ. ഓക്കെ, മുഫ്സിറ. അതുൽ ചന്ദ്രൻ. നഷ്വ, നബ, നീഹാര. സ്വാലിഹ്, മുഹമ്മദ് സ്വാലിഹ്. ശ്രീനന്ദ. ഐഷ മിർസ. ഗായത്രി. അനാമിക ഏഞ്ചൽ. അൻഹ ഫാത്തിമ. ആമിർ ഷാ. അക്ഷയ്. മിലൻ. അതുപോലെ തന്നെ ലുബാബ, ഫാത്തിമ ലുബാബ. ആമിന. വൈഗാലക്ഷ്മി. ആലിയ. ഓക്കെ, ആലിയ. തബ്ഷീറ. അഭിമന്യു. നിയ കെ. ലഹാൻ ഹുദ. പിന്നെ ഷെഫിൻ. ഷബ്ന ടീച്ചർ. ഓക്കെ, മൈ നെയിം ഈസ് ഷബ്ന. ഐഫ. ഓക്കെ, ഐഫ. പിന്നെന്താ, പാർവണ പ്രമോദ്. ഹരിത കെ പി. സഫാന സിറാജ്. ഖദീജ ഫിസ. ആസിഫ് മുഹമ്മദ്. അപ്പൊ ഇത് ഇംഗ്ലീഷ് മീഡിയത്തിന് കമന്റ് ചെയ്തവരാണ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിൽ കമന്റ് ചെയ്തവരാണ്. അപ്പൊ മലയാളം മീഡിയത്തിൽ കമന്റ് ചെയ്തവരെ ഞാൻ നാളെ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൽ പറയാട്ടോ. അപ്പൊ ഇത് കുറേ ടൈം ആവുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നാളെ എന്തായാലും മലയാളം മീഡിയം, EVS മലയാളം മീഡിയത്തിന് കമന്റ് ഇട്ടവർക്ക് നാളെ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പൊ കുറച്ച് പേര് പറഞ്ഞു എന്തിനാ അപ്പൊ പേര് വായിക്കുന്നതെന്ന്. അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ അല്ലെ, നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പേര് വെക്കുന്നത്. പിന്നെ എല്ലാവരും കമന്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ താല്പര്യമില്ലാത്തവര് സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ. ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ ക്ലാസ് മാത്രം കേട്ടാൽ മതി. പേര് കേൾക്കാൻ ഇഷ്ടം, അതാണ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം കേൾക്കാലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾ എന്തായാലും വീഡിയോയ്ക്ക് താഴെയുള്ള ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് ക്ലിയർ ചെയ്യുകയും ചെയ്യാലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് നിങ്ങൾ കമന്റ് ചെയ്യാം. ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അപ്പൊ അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ എഴുതിക്കോളൂ കമന്റിൽ. നോ പ്രോബ്ലം. അപ്പൊ എനിക്കത് ഒന്നും കൂടി മെച്ചപ്പെടുത്താനുള്ള ഒരു നല്ലൊരു പ്രചോദനമാവും. ഓക്കെ, അപ്പോൾ എന്താണ് ഇഷ്ടപ്പെടാത്തതെന്നും കൂടി നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ കമന്റ് ചെയ്തോളൂ. എന്താ കാരണം എന്നും കൂടി എഴുതണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുക, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതുക. ബാഡ് ക്ലാസ് എന്നോ നിങ്ങൾക്ക് എന്താണെന്നും കൂടി അതിൽ എഴുതണം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.